എന്താണ് PM ശ്രീ പദ്ധതി? കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത സ്കൂളുകൾ അത് പ്രത്യേകമായി വികസിപ്പിക്കുകയും അതിനെ മികച്ച പഠന കേന്ദ്രങ്ങളായി മാറ്റുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പേര്. വിദ്യാഭ്യാസ നയത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ഒക്കെ ആരോപിച്ച് ഇടതുപക്ഷം ഈ പദ്ധതിയെ തുടക്കം മുതൽ തന്നെ എതിർക്കുകയാണ്. നമുക്കറിയാം 2023-2027 കാലത്താണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ 3 വർഷമായി സർക്കാർ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇടതുപക്ഷം ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. PM ശ്രീ സ്കൂളുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ്. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ഏതാണ്ട് 14,500 സ്കൂളുകളെയാണ് സമഗ്രമായി നവീകരിക്കാൻ പോകുന്നത്. സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ, ലാബ്, ലൈബ്രറി, കായിക സൌകര്യങ്ങൾ തുടങ്ങിയവ ഒരുക്കും. ഈ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് 5 വർഷത്തേക്ക് 1 കോടി രൂപ വരെ കിട്ടും. ഇതിൽ 60% കേന്ദ്ര വിഹിതമാണ്, 40% സംസ്ഥാന വിഹിതവുമായിരിക്കും. കേരളത്തിൽ ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും 2 സ്കൂളുകൾ വീതം 300ഓളം സ്കൂളുകൾക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം കിട്ടിയേക്കും. ഇനി പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളുടെ ഫണ്ട് കഴിഞ്ഞ വർഷമാണ് കേന്ദ്രം തടഞ്ഞത്. കേരളത്തിൽ ഈ പദ്ധതി ശുപാർശ മന്ത്രിസഭയിലെത്തിയപ്പോൾ തന്നെ CPI ഇതിനെ എതിർത്തതാണ്. തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാനുള്ള ഒരു ആലോചനയൊക്കെ നടന്നിരുന്നുവെങ്കിലും അത് ശരിയാകില്ല എന്നുള്ളൊരു നിലപാട് വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുകയും